തിരുവനന്തപുരം നേമത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതിയും നവജാത ശിശുവും മരിച്ച കേസിൽ പ്രതി നയാസിന്റെ ആദ്യ ഭാര്യ റജീന ഒളിവിൽ. കേസിൽ രണ്ടാം പ്രതിയാണ് റജീന. ഇവർക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. ഷമീറയുടെ മരണത്തിൽ അക്യൂപങ്ചറിസ്റ്റ് ഷിഹാബുദ്ദീന്റെ പങ്ക് പോലീസ് സ്ഥിരീകരിച്ചു. ഷിഹാബുദ്ദീന്റെ ഭാര്യയും ഷമീറയ്ക്ക് ചികിത്സ നൽകി എന്ന് സംശയമുണ്ട്. ഷിഹാബുദ്ദീൻ സ്ഥിരമായി ഷമീറയുടെ വീട്ടിൽ എത്തുമായിരുന്നുവെന്ന് അയൽക്കാർ 24-നോട് പറഞ്ഞു. അയാൾ ഒരു 3-4 പ്രാവശ്യമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളും വിചാരിച്ച് എന്തിരുന്ന് പറ്റില്ല. ഒരു ദിവസം രാത്രി കാറും കൊണ്ട് ഇട്ടിട്ട് ഒരു സ്ത്രീ ഇയാളും കൂടെയാണ് വന്ന് കയറിയത്. അപ്പം അക്വ പഞ്ചർ മോളെ പഠിപ്പിക്കണത് ഇങ്ങനെയാണെന്ന്. അപ്പം അവരെ അതിനുശേഷം 1-2 പ്രാവശ്യം വന്ന് ഈ കൊച്ചു മരിക്കണതിനും തലയ്ക്കും ദിവസം വരെയും വന്ന് കാറിൽ രണ്ടുപേര്, അങ്ങേരും വേറെ ഒരു കൊച്ചുമായിട്ട് വന്ന്. സംശയം ഉണ്ടെന്നൊക്കെ അങ്ങേര് ഭാര്യയുമായിട്ട് ആരെയായിട്ട് സംസാരിക്കല്ല്. സംസാരിച്ച് അങ്ങേരെ കാര്യത്തെ പറ്റി വല്ല അറിയുന്നുള്ള ഒരിതിൽ ആ കൊച്ചു ആരട്ടെയും ഇറങ്ങിയെടുക്കുന്നില്ല. അഖിൽ ഷാ സാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ ഷാ, ഈ നയാസിന്റെ ആദ്യ ഭാര്യയുടെ പങ്കിനെ പറ്റി പോലീസ് പറയുന്നത് എന്താണ്? അതുപോലെ ഷിഹാബുദ്ദീനുമായി ബന്ധപ്പെട്ടുള്ള ലഭിക്കുന്ന വിവരങ്ങളും എന്തൊക്കെയാണ്? വേണു, ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഈ നയാസിന്റെ ആദ്യ ഭാര്യ റജീനയെ ഇപ്പോൾ പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. രണ്ടാം പ്രതിയായാണ് റജീനയെ പ്രതി ചേർത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നൊരു കാര്യം, ഈ റജീന നേരിട്ട്, അതായത് ഈ അക്യുപഞ്ചർ ചികിത്സ ഈ മരിച്ച ഷമീറയ്ക്ക് നൽകാനായി പ്രേരിപ്പിച്ചു എന്നുള്ളൊരു കാര്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം പ്രതിയായി റജീനയെ ചേർത്തിരിക്കുന്നത്. ഗുരുതരമായ വകുപ്പുകൾ ഇവർക്കെതിരെ ചേർത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഒപ്പം ഈ നവജാത ശിശു മരിക്കാനിടയായ സാഹചര്യം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് റജീനയ്ക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായും ഇപ്പോൾ പോലീസ് പറയുന്ന മറ്റൊരു കാര്യം, ഈ റജീന നിലവിൽ ഒളിവിലാണ്. ഇവർക്കായുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഇവരെ പിടികൂടി വിശദമായ ചോദ്യം ചെയ്യൽ നടത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസും. മറ്റൊന്ന് ഈ ഷിഹാബുദ്ദീനെ കുറിച്ചുള്ള വിവരമാണ്. ഷിഹാബുദ്ദീൻ സ്ഥിരമായി ഈ നയാസിന്റെ വീട്ടിലെത്തുമായിരുന്നു അക്യൂപഞ്ചർ ചികിത്സ നൽകാനായി. ഈ യുവതി മരിക്കുന്നതിന് തൊട്ട് തലേ ദിവസം വരെ ഇയാൾ അവിടെ എത്തിയിരുന്നു. ഇവർക്ക് അക്യൂപഞ്ചർ ചികിത്സ നൽകിയിരുന്നു എന്നുള്ളത് വിശദമായ തെളിവുകളോടുകൂടി തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ മാത്രമല്ല, അതായത് ഈ അക്യൂപഞ്ചർ ചികിത്സകൻ മാത്രമല്ല, അയാളുടെ ഭാര്യയും ഇവിടെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ ഈ ഭാര്യയും കൂടി കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. നിലവിൽ ഷിഹാബുദ്ദീൻ നേമം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇന്ന് ഉച്ചയോടുകൂടി നെയ്യാറ്റിൻകര കോടതിയിൽ അയാളെ ഹാജരാക്കുമെന്നുള്ള കാര്യവും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അഖിൽ ഷാ സാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.